പ്രതിപക്ഷങ്ങൾ നടത്തുന്ന പ്രചാരവേല, കേന്ദ്ര ഭരണത്തിലെ കക്ഷിയും നടത്തുന്ന പ്രചാരവേല, അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് അവരെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ള ഭയം അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ അധികാരത്തിൽ വരിക അല്ലാതെ വേറെന്താ വഴി? കേരളത്തിൽ ഇദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം പല കാര്യങ്ങളിലും ജനങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, യാതൊരു വർഗീയ കലാപവും കേരളത്തിൻ്റെ മണ്ണിലില്ല. മൂന്നാമതും ഇടതുപക്ഷ പാർട്ടി വരും എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നത്, ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടും ഇത് മറികടക്കാനുള്ള യാതൊരു കഴിവും കോൺഗ്രസിനോ BJPക്കോ ലീഗിനോ ഇല്ല. ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ പോലും നടക്കില്ലെന്നറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് നടക്കാത്തത്? BJPക്ക് ഭരണമില്ലാതെ സംഘടന ഉണ്ടാവില്ല. കാര്യങ്ങൾ നേടിക്കൊടുക്കണം, പ്രമാണിമാരുടെ ആവശ്യങ്ങൾ നടക്കണം, രാഷ്ട്രീയ കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലേ ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനം നടക്കുള്ളൂ. വെറുതെ ഇടയ്ക്കൊരു പ്രസ്താവന, ഒരു വർത്തമാനം ഇതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല. അവരിടപെട്ടിട്ടാണ് മതസംഘടനകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, സമസ്തയിലും മറ്റുള്ളതിലും മറിഞ്ഞിലുമൊക്കെ. ഇതിനെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് പുതിയ ഒരു കണ്ടുപിടുത്തം. ഇതൊന്നും കേരളത്തിൻ്റെ മണ്ണിൽ വില പോവില്ല കേട്ടോ. കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഒരു നേതാവിനേക്കാൾ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വരെ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് കോൺഗ്രസും ലീഗും ഒരുമിച്ച് വോട്ട് ചെയ്ത ആദ്യത്തെ രക്തസാക്ഷിയാണ് ഞാൻ. വടകര പാർലമെൻറ്റിൽ മാധവൻകുട്ടിക്ക്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആരാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുക? അവരുണ്ടാക്കി നോക്കിയെന്നല്ലാതെ നമ്മളതിൻ്റെ ഉണ്ടാക്കാനോട് കഴിയൂല. ലീഗ് കുഴങ്ങിക്കണിപ്പോൾ. കോൺഗ്രസ് നിലനിൽക്കാൻ ലീഗില്ലാതെ നിൽക്കാനും കഴിയൂല. അപ്പോൾ അതിന് കിട്ടാവുന്ന ചില ആളുകളെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള പ്രതീക്ഷകൾ കൊടുത്തിട്ടോ എടുത്തിട്ടോ ചെയ്യാൻ നിവൃത്തില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം പറഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് ഫോബിയ പറഞ്ഞിട്ടും സംഘടിപ്പിക്കാൻ നോക്കുകയാണ്. അവരും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണിൻ്റെ സ്പിരിറ്റിനെതിരാണ് അവിടെ ചെയ്തത്. ഹരിയാന പോയി. അതിൻ്റെ ബോംബെയിലും കളിച്ച് ബോംബെയും പോയി. അത് ഇന്ത്യയിലും കളിച്ചാൽ ഇന്ത്യയും പോകും. അപ്പോൾ BJPക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആരാണ്? കോൺഗ്രസ്സുകാരാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതി വന്നിക്കണിപ്പോൾ. വെള്ളാപ്പള്ളി നടേശനും NSSും ഒക്കെ ചെന്നിത്തലയെ മുന്നോട്ട് കൊണ്ടുവരാനും സതീശനെ ഒതുക്കാനും നോക്കുകയാണിപ്പോൾ. അതിൽ NSS ഉണ്ട്, SNDP ഒക്കെ ഉണ്ട്. അവർ നമ്മളെ എതിർക്കില്ല, എന്നാൽ അവരെ മറ്റുപോലെ സഹായിക്കുന്നുണ്ട്. എന്തിനാണ് ഈ സതീശൻ പോയി കിട്ടാൻ? സതീശൻ മുഖ്യമന്ത്രിയാവാൻ കളിക്കുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ സതീശൻ്റെ വിളവ് കേരള രാഷ്ട്രീയത്തിൽ നടക്കില്ല. നമുക്ക് സതീശനായാലും രമേശായാലും ഒന്നും കുഴപ്പമില്ല. എന്നാൽ മാനമര്യാദയ്ക്കുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? BJPനെ താഴെ ഇറക്കാൻ ഇന്ത്യ മുന്നണി എന്ന മുന്നണിയെ ശക്തിപ്പെടുത്തണം, ഒരുമിച്ച് നിൽക്കണം. അല്ലാതെ തന്ത്രങ്ങളോ ഉപജാപങ്ങളോ കളിച്ച് BJP ഇറക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. BJP വിരുദ്ധ ശക്തികൾ ഒരുമിച്ച് നിന്ന് ശക്തമായിട്ട് പോരാടണം.